എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 3 ദിവസം മുമ്പ് ഒരു മോഷണ കഥ ഞാൻ 24 എന്ന ഒരു യൂട്യൂബ് ചാനലിൽ കേട്ടിരുന്നു. ഹൈദരാബാദിലെ ബാലാപൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് ഒരു 18 വയസ്സായ ഒരു ബുർഹാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവൻ മോഷ്ടിക്കാനായിട്ട് കയറുമ്പോൾ ഇവൻ കഞ്ചാവ് വലിക്കുന്ന ആളാണ്. ലേശം കഞ്ചാവൊക്കെ വലിച്ചിട്ട് ആ കഞ്ചാവിൻ്റെ ലഹരിയിലൊക്കെ ഒന്ന് മോഷ്ടിച്ചിട്ട്, കാരണം ഒരു ധൈര്യത്തിനൊക്കെ ഒന്ന് ലേശം നമ്മൾ ചില ആളുകളൊക്കെ വെള്ളം അടിക്കൂലേ, മദ്യപിക്കില്ല ബാറിൽ പോയിട്ട്, എന്തെങ്കിലും ഒരു തല്ലോ കച്ചറയൊക്കെ ഉണ്ടാക്കാൻ പോകുമ്പോൾ രണ്ടെണ്ണം അടിച്ചു പോകാന്നുള്ള കണക്ക് കൂട്ടില്ലേ, ചിലർക്ക് അടിച്ചാലേ ധൈര്യം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇവൻ കക്കാൻ കയറിയപ്പോൾ ഒരു ലേശം കഞ്ചാവ് വലിച്ചു കയറി മോഷ്ടിച്ച് അവിടുത്തെ ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച് പോക്കറ്റിലാക്കി പോരുന്ന സമയത്ത് അവിടെ ഇരിക്കുകയോ എന്തോ ചെയ്തു. അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി കഞ്ചാവിൻ്റെ ആ ലഹരിയിൽ. രാത്രി വീട്ടുകാർ പിന്നെ ഇറങ്ങി നോക്കുന്ന സമയത്ത് ഒരാൾ കള്ളം കിടക്കുകയാണ് അവിടെ. ഇവനാണ് അത്. അപ്പോൾ നമുക്ക് ആ രംഗം ഒന്ന് കാണാം. ഹൈദരാബാദിലെ ബാലാപൂർ എന്ന സ്ഥലത്ത് നടന്ന സംഭവമാണ്. ഫുർഖാൻ എന്ന ഒരു 18കാരൻ, അവനാണ് ഈ മോഷണത്തിനിടെ ആ വീട്ടിൽ തന്നെ അങ്ങ് കിടന്നുറങ്ങിപ്പോയത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതിയൊക്കെ ആവിഷ്കരിച്ചാണ് അവൻ ആ വീട്ടിലേക്ക് കയറുന്നത്. അകത്ത് കയറുക, സ്വർണമോ അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോഷ്ടിക്കുക, മൊബൈൽ ഫോണുകൾ ഇവയൊക്കെ കവരുക, എന്നിട്ട് ഉടൻ തന്നെ സ്ഥലം വിടുക. പക്ഷേ ആ മോഷ്ടാവിന് അവസാന ഭാഗം മാത്രം നടപ്പിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. വീട്ടിൽ ചെന്നു, മോഷ്ടിച്ചു, വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ കണ്ടെത്തി. പക്ഷേ ഏറ്റവും ഒടുവിൽ വളരെ വേഗം മോഷണശേഷം തിരികെ പോകുക എന്നുള്ള ആ ശ്രമം മാത്രം കണ്ടല്ലോ. അവിടുന്ന് വീട്ടുകാരെന്ത് ചോദിച്ചാൽ മെല്ലെ മൊബൈൽ ഫോൺ എടുത്തു, ഇവൻ്റെ വീഡിയോ പിടിച്ചതിന് ശേഷം പോലീസിനെ വിളിച്ച് കയ്യോടെ പിടിപ്പിച്ചു. അപ്പോൾ ഇവൻ്റെ പോക്കറ്റിലൊക്കെ വീട്ടുകാർ തപ്പി നോക്കുമ്പോൾ അവിടുത്തെ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സാധനങ്ങളെല്ലാം, അലമാരയിലുള്ള സാധനങ്ങളെല്ലാം വലിച്ച് അവിടെ വാരിയിട്ടിട്ടുണ്ട്. എന്തായാലും ലാസ്റ്റ് ഹൈദരാബാദ് പോലീസ് വന്നു, ഇവനെ കയ്യോടെ പൊക്കിയപ്പം പിന്നെ ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാരോട് പറയാം അബദ്ധം പറ്റിപ്പോയതാണ്, ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അടുത്ത് ചെന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോഴതാ പോക്കറ്റിൽ അവരുടെ തന്നെ വീട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ കിടക്കുന്നു. അലമാരയൊക്കെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന സാഹചര്യം. കള്ളനെ ഉണർത്താതെ തന്നെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ എടുത്തു ആ വീട്ടുകാർ. എന്നിട്ടാണ് പോലീസിനെ വിവരം അറിയിച്ചത്. देखो कब आया नहीं मालूम, रात में ये जो चीज़ा है ना इसकी जेब में, ये बाजारी है लेकिन हमारे घर के चीज़ा है। हाँ, फ़ोन भी था, देखो इससे पापा का फ़ोन भी था, पापा फ़ोन वहाँ रखे। सुने ये अलमारियाँ खुले थे, अब बंद करें हम लोग। अभी ये फ़ोन था, रख लिया मैंने। बहरहाल इससे पहले 2 बार पापा का फ़ोन चोरी हुआ। सुने अपन बोले चलो गलती कहाँ है बोल के खामोश हुए. കഞ്ചാവിന്റെ ലഹരിയിലായിരുന്നു മോഷ്ടിക്കാൻ അയാൾ ആ വീട്ടിലേക്ക് കയറിയത്. അതാണ് അയാൾക്ക് പണി കിട്ടിയത്. ഉറക്കം വന്നപ്പോൾ ആ പണി പാളുകയും ചെയ്തു. അതായത് പോലീസ് പൊക്കുന്നതായിട്ടുള്ള വീഡിയോ കണ്ടിട്ടില്ല, പക്ഷേ അത് പോലീസ് പൊക്കിയപ്പോൾ ഇവൻ വീട്ടുകാരോട് പറഞ്ഞതാണ്, ഞാൻ ഇനി അങ്ങനെയൊന്നും മോഷ്ടിക്കത്തില്ല, കാരണം അബദ്ധം പറ്റിപ്പോയി, ഉറങ്ങിപ്പോയി. അപ്പോൾ ഇവൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ വീട്ടുകാരോട് പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ വീട്ടുകാർ അവന് മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനോട് കേസെടുക്കേണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാരോട് അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് കക്കാൻ പറ്റിയില്ല, പുറത്തോട്ട് ഓടാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യും, ഞാൻ ഉറങ്ങാതെ ഞാൻ കട്ടോളാം. കട്ട് കഴിഞ്ഞ് ഉറങ്ങിയല്ലേ പ്രശ്നമുള്ളൂ. അപ്പം ഇനി ഉറങ്ങാതെ കട്ട പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതാണ് അവൻ ഉദ്ദേശിച്ചതിൻ്റെ അർത്ഥം. എന്തായാലും സംഗതി ഗംഭീരമായിട്ടുണ്ട്. വീട്ടുകാരുടെ മനസാക്ഷി കൊണ്ട് മാത്രം അവനെ പോലീസ് പിടിച്ചില്ല. പോലീസ് വന്നെങ്കിലും തിരിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം ഇപ്പം മാപ്പ് പറഞ്ഞല്ലോ. അപ്പോൾ മാപ്പ് പറഞ്ഞത് ഈ രീതിയിലാണ്. അവിടെ മാപ്പ് പറഞ്ഞെങ്കിലും വീട്ടുകാർ വിട്ടു. കാരണം ഇവിടുത്തെയും കട്ടിട്ട് അപ്പുറത്തെ എവിടെയെങ്കിലും ഉണ്ട്, അതും കട്ടിട്ടൊക്കെ എങ്ങനെയാണ് കുശാലായിട്ട് ജീവിക്കാൻ, അതായത് അടിച്ച് പൊളിച്ച് ഈ ആഭരണങ്ങളെല്ലാം വിറ്റിട്ട് നല്ല ആഡംബരമായിട്ടൊരു ജീവിതം നയിക്കാനുള്ള ഒരു പുറപ്പാടിലൊക്കെ ആയിരുന്നു നമ്മുടെ കള്ളൻ കുട്ടൻ. എന്തായാലും അത് നടന്നില്ല. അതിന് മുന്നേ വീട്ടുകാർ
പിടിച്ചു. വീട്ടുകാരെന്തോ ഒരു ആവശ്യത്തിന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അത് ഇനി അവിടെ ഇവൻ്റെ ശബ്ദം കേട്ടിട്ട് ഇറങ്ങിയാണെന്ന് അറിയത്തില്ല. എന്തായാലും പുറത്തോട്ട് ഇറങ്ങാൻ കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ കൂർക്കമ്പലിയാണ്. ആ കൂർക്കമ്പലി കിട്ടുമ്പോൾ ഗർന്ന് പറഞ്ഞൊരു വലിയ ഈ ആടുകൾ പോത്തുകളൊക്കെ കൂർക്കം വലിക്കുന്ന പോലുള്ള ഉറക്കാണ്. ചില ആളുകൾക്കുണ്ടല്ലോ അങ്ങനെ ഒരു കൂർക്കമ്പലി. നമ്മൾ തന്നെ ഇതെന്തൊരു കൂർക്കമ്പലിയാന്ന് കരുതും. അതുപോലുള്ള എന്തെങ്കിലും ഒരു കൂർക്കമ്പലിയാവും. എന്തായാലും പുറത്തിറങ്ങിയോടുകൂടി ഇവൻ അവിടെ കിടക്കുന്നുണ്ട്. ഇവൻ്റെ വീഡിയോ പിടിച്ചിട്ട് അങ്ങനെ രഹസ്യത്തിൽ പിടിപ്പിച്ച് കാണാം പോലീസിന്. ശരി എന്നാൽ ഓക്കെ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഇങ്ങനെയുള്ള കള്ളന്മാർ ഇനി ശ്രദ്ധിക്കുക. കക്കാൻ പോകുന്ന സമയത്ത് വെറുതെ അവനവൻ്റെ വില കളയാൻ നിൽക്കരുത്. അധ്വാനിച്ച് തിന്നാനുള്ള ആരോഗ്യമൊക്കെ ചെറുക്കനുണ്ട്. 18 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്ത് ജോലി അവന് ചെയ്യാനോ? പക്ഷെ ചെയ്യണം, ചെയ്താലേ കാര്യം നടക്കുള്ളൂ. ശരി എന്നാൽ ബൈ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. തെറ്റുപറ്റിപ്പോയി, ഇത്തവണത്തേക്ക് ക്ഷമിക്കണം എന്നൊരു ഡയലോഗും അപേക്ഷയുമുണ്ട്. जाएगी आते नहीं है कोई ये भी निकाला करते हैं और यहाँ सो भी आता रहते कोना आना भी ले आता रहते वो कोई गलती माफी चाहता हूँ आंटी से। क्या करा मेरे को तो और खुद भी याद भी नहीं है। आंटी उन्होंने बताया ये और क्या क्या जी कोना दरवाजे 2 बार कहीं को लगा के बाहर दरवाजे भी लगाया करते वही और कहते क्या कहते तुम्हारा याद नहीं है? मेरे को तो याद तो नहीं है जी फसल। दरवाजे भी लगाया बोल के बोले लगाया हूँ भाई, मेरे को तो याद तो नहीं है। अरे भाई आया कहाँ से तू? मैं यहाँ से आया नहीं मालूम, मेरे को याद तो नहीं है। उन्हें बच्चा आया तो छोटा, क्या नाम है उसका? मुसाया। क्या टाइम पे आया? 4 साढ़े 4 के टाइम की बात है, फजर से पहले। और क्या क्या കക്കാൻ പോകുന്ന കള്ളന്മാരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇനിയെങ്കിലും വീട്ടുകളിൽ കയറിയിട്ട് അടി കൊള്ളാതെയോ പോലീസിൻ്റെ അടി കൊള്ളാതെയൊക്കെ നോക്കുക. ഇന്നേതായാലും ഹൈദരാബാദിൽ ആ വീട്ടുകാരുടെ മനസാക്ഷി കൊണ്ട് മാത്രം ഈ കള്ളൻ കഴിച്ചിലായതാണ്. ഇനി ഇങ്ങനെയുള്ള കള്ളന്മാരുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം ആലോചിക്കുക. അവനവൻ്റെ തടി നോക്കുക. കക്കാതിരിക്കുക നിങ്ങൾക്ക് നല്ലത്. കക്കുന്നതിന് ഞാൻ പിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് നാണം കെടാതിരിക്കുക, എന്തെങ്കിലും മാന്യമായിട്ടുള്ള ജോലി ചെയ്യുക. ഓക്കെ, ഇതും കൂടി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, ശരി എന്നാൽ.